ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദൻ. ഭാഗം 1871. ഇന്ന് ഫെബ്രുവരി മാസം 13-ാം തീയതി, 44-ാമത്തെ ദിവസത്തിലെത്തി. കഴിഞ്ഞ 3 ദിനങ്ങൾ നമ്മൾ നോമ്പിലൂടെ കടന്നു പോവുകയാണ്. അതിന്റെ പര്യവസാനത്തിലെത്തിയിരിക്കുകയാണ്. എന്തായാലും യോന യാത്ര ചെയ്ത ആ കപ്പലിലെ നാവികരും കപ്പലിലെ യാത്രക്കാരും അവർക്കൊക്കെ സംഭവിച്ച മാറ്റവും മാനസാന്തരവും, അതിന് അനുസൃതമായ അവരുടെ പ്രതികരണങ്ങളും പ്രവൃത്തികളും നമ്മൾ ഇനിയും കളയരുത്. ഓരോരുത്തരും തിരിച്ചറിയുകയാണ് പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴാണെന്നും എങ്ങനെയാണെന്നും ഏതു വിധത്തിലാണ്. അപ്പോഴും കപ്പലിന്റെ അടിത്തട്ടില് ആരോ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ലക്ഷ്യങ്ങളൊന്നുമില്ലാത്ത, ഒന്നിലുമൊന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത, ലക്ഷ്യങ്ങളൊക്കെ ചിതറിപ്പോയ നമ്മളുടെ പ്രതിനിധി തന്നെയാണ്. യോനായെ ഈ പ്രവാചക പുസ്തകത്തിന്റെ ഒടുവിൽ നമ്മൾ കണ്ടെത്തുന്നത് ഇങ്ങനെ ആ ദേശത്തിന് അതിർത്തിക്കപ്പുറത്ത് ഒരു കുടില് കെട്ടി ദേശത്തിന് സംഭവിക്കാൻ പോകുന്ന നാശം നേരിൽ കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. ശരിക്കും നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഒരു നേർച്ഛേദമാണ്. പകുതി കീറിമുറിച്ചാല് കൃത്യമായി ഇതുതന്നെയാണ് കണ്ടെത്താൻ പറ്റുക. മറ്റുള്ളവരുടെ നേട്ടത്തിലോ മറ്റുള്ളവരുടെ ഉയർച്ചയിലോ വളർച്ചയിലോ ഒട്ടും സന്തോഷിക്കാനായിട്ട്, കണ്ടിരിക്കാനായിട്ട് കഴിയാത്തവരാണ് നമ്മൾ മിക്കവരും. അപ്പോൾ തന്നെ അവരുടെയൊക്കെ നാശത്തിനും തകർച്ചയ്ക്കും തളർച്ചയ്ക്കും നമ്മളിങ്ങനെ കണ്ണും തുറന്ന് സാക്ഷികളാകാനായിട്ട് കൊതിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് കുറെ കൂടി ഹൃദയത്തിന് വലിപ്പം ഉണ്ടാവുക? ഒരു ചെറിയ ചെടി വളർന്ന് തണൽ തന്നതിന്റെ പേരിൽ സന്തോഷിക്കുകയും അതിങ്ങനെ പുഴുതിന്ന് നശിച്ചതിന്റെ പേരിൽ ദൈവത്തോട് പോലും കലഹിക്കുകയും ചെയ്യുന്ന യോന. നല്ല ചില സൂചനകളുണ്ട് കേട്ടോ. നശിച്ചു പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന പച്ചപ്പിനെ ഓർത്ത് നിലവിളിക്കുന്ന ഒരു സാധാ മനുഷ്യൻ. അവിടെ ദൈവം പറയുന്നുണ്ട്, എന്റെ ഹൃദയത്തിൽ ജനത മുഴുവനുണ്ട്. നിന്റെ മനസ്സിൽ ഒരു ചെറിയ മരം മാത്രമേ ഉള്ളൂ. കുറെ കൂടി ഹൃദയത്തെ ഒന്ന് വിശാലമാക്കാനായിട്ട് നമ്മളും തയ്യാറാവും. പഴയ നിയമത്തില് ശലോമോന് കിട്ടിയ ആ വലിയ ഭാഗ്യം പോലെ, കടൽ തീരം പോലെ ഒരു വലിയ മനസ്സും കൂടി നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എത്ര ഉന്നതരായി മാറുമായിരുന്നു, നമ്മൾ എത്ര കുലീനമായി ജീവിക്കുമായിരുന്നു. ആ ജീവിതത്തിന് എന്തുമാത്രം ആഴവും അർത്ഥവും ഒക്കെ ഉണ്ടാകുമായിരുന്നു, അഴകുമുണ്ടാകുമായിരുന്നു. അങ്ങനെയായി മാറട്ടെ ഇത്തവണത്തെ 3 നോമ്പിന്റെ ആദരണവും നോമ്പിലൂടെയുള്ള നടപ്പും പ്രാർത്ഥനയും ഉപവാസവും എല്ലാം തന്നെ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.